بسم الله الرحمن الرحيم أحب الوفاء بشتى الصور، أحب الوفي الأمين الأغر، فأهل الوفاء كلون السحاب وحسن الربيع وماء المطر. أحب الوفاء بشتى الصور. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നമ്മൾ ഇന്നലെ പറഞ്ഞ ഗെയിം തുടങ്ങണ്ടേ? ഗെയിം നല്ല രൂപത്തിൽ കളിക്കണോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഉസ്താദ് ഓരോ ഭാഗത്ത് ഓരോ ബക്കറ്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിന്റെ പേരെന്താ? അലിഫ്. ഈ ബക്കറ്റിന്റെ പേര് ബാഗ് അല്ലേ? ഈ ബക്കറ്റിന്റെ പേരോ മീൻ കേട്ടാ. ഇനി ഈ ബക്കറ്റിന്റെ പേര് ദാൽ. ഇവിടെ നോക്ക്, കുറെ ബോർഡും വെച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും ബോർഡ് കൊണ്ടുവരാത്തതുകൊണ്ട് ഉസ്താദിന് കുറച്ച് അക്ഷരങ്ങൾ എഴുതാൻ പറ്റിയിട്ടില്ല. ഇനി കളി എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞതാ, ഞാൻ 4 ആൾക്കാരെ ആദ്യം വിളിക്കും. 4 ആൾക്കാരെ ആദ്യം വിളിക്കും. അവരോട് ഉസ്താദ് അക്ഷരം എടുക്കാൻ വേണ്ടി പറയും. ഈ ബോർഡ് മേലെ അക്ഷരങ്ങളുണ്ട് കേട്ടോ. ഇതാ ഓരോ ബോളിലും വന്നിട്ട് അക്ഷരങ്ങളുണ്ട് എഴുതിയിട്ട്. അപ്പൊ ആ ബോള് ഉസ്താദ് പറയുന്ന അക്ഷരം എടുത്തിട്ട്, ഉദാഹരണം അലിഫ്, ആ ഈ ഓ, ആ രൂപത്തിൽ വരുന്ന ഏത് അക്ഷരം ഇട്ടാലും അലിഫ് ബക്കറ്റിടണം. ബായിന്റെ ബാ ബി ബോബൻ, അത് 3 എണ്ണം പറയുന്ന ആ അക്ഷരം എവിടെ കൊണ്ടുവരണോ? ബായിലേക്ക് കൊണ്ടുവരണോ? ബായിന്റെ ബക്കറ്റിൽ. മാമി മോമൻ വരെ ഉള്ളത് എവിടെ കൊണ്ടുവരണോ? മീമിൽ കൊണ്ടുവരണം, മീമിന്റെ ബക്കറ്റിൽ. അതുപോലെ ദാദീദോദുൻ അതെവിടെ കൊണ്ടുപോയിടണോ? അതായത് പറയുന്ന അക്ഷരം എടുത്തതിന് ശേഷം അയാൾ ഉസ്താദിനെ ആദ്യം കാണിക്കാം. എന്നിട്ട് അടുത്ത അക്ഷരം ശരിയാണെങ്കിൽ അയാൾക്ക് 2 മാർക്ക് കിട്ടും. എന്നിട്ട് അതേ പട്ടയെ കൊണ്ടുപോയി ഇട്ടാൽ 2 മാർക്ക്. എത്ര മാർക്ക് കിട്ടും? 2 2 4 മാർക്ക്. ഇനി ഒരാൾക്ക് തെറ്റിയാൽ അയാൾ അപ്പം മാറ്റും. പിന്നെ വേറാൾക്ക് ചാൻസ് കൊടുക്കും കേട്ടാ. വേറാൾക്ക് ചാൻസ് കൊടുക്കും. 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, എടുക്കുന്ന ബോള് ഇന്ന അക്ഷരമാണ് ഉസ്താദിനെ കാണിച്ചു തരണം. ഇത് രണ്ടാമത് ചെയ്യേണ്ടത്, അയാൾ കൃത്യമായി ആ ഒരു പിന്നെ ബക്കറ്റിലാണോ ഇട്ടത് എന്ന് ഉസ്താദ് നോക്കും. നമുക്ക് കളി തുടങ്ങല്ലേ? മുഹമ്മദ് സീഫി, മുഹമ്മദ് റമീൻ, മുഹമ്മദ് അസീമുബ. ഇതില് ഞാൻ പറയുന്ന അക്ഷരം ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോണ്ടല്ല, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ റോഡ് ചുറ്റണം. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ അക്ഷരമാല എടുക്കാൻ പാടില്ല. റോഡ് ചുറ്റിയിട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വേഗം എടുത്തിട്ട് എന്ത് ചെയ്യണോ? ബക്കറ്റ് കൊണ്ട് പോയിടണം. അപ്പോ മുഹമ്മദ് സീഫി എടുക്കുന്ന അക്ഷരം എപ്പോ ഓർമ്മ? മുഹമ്മദ് സീഫി എടുക്കല എടുക്കാൻ പറ്റില്ല. മുഹമ്മദ് സീഫിനോട് പറഞ്ഞ മുഹമ്മദ് കെ മഹദ് എന്ന് പറഞ്ഞ മുഹമ്മദ് റമീൻ ദൽവ് എന്ന് പറയുന്ന ദാല്. വേറെ അക്ഷരത്തെ പൊട്ടി. മുഹമ്മദ് അസീം ബൈത്ത് പഠിച്ച കേട്ടാ. അപ്പൊ റെഡി? എല്ലാവരും ഒന്ന് കൈ കൊട്ടുമ്പോ റൗണ്ടിൽ ഇങ്ങനെ ഓടണം കേട്ടാ. സ്റ്റാർട്ട് റൗണ്ട് റൗണ്ടിലോട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അക്ഷരം എടുക്കണം. സ്റ്റോപ്പ് അക്ഷരം എടുത്തോ. നോക്കിയെടുത്തോ. മുഹമ്മദിനോട് പറഞ്ഞത് ആയാണ്, മുഹമ്മദ് കെനോട് മായാണ്. മുഹമ്മദ് സി പി, വെരി ഗുഡ്, 2 മാർക്ക്. മുഹമ്മദ് സി പി. ഇനി മുഹമ്മദ് സി പിന്റെ ഇടുന്ന ബക്കറ്റ് നോക്കിയിട്ട് ആ ബക്കറ്റിലിട്. ഏത് ബക്കറ്റ് ഇടണ്ടേ? ആയിരിക്കും കൊണ്ടുപോയി ഇട്. ഞാൻ പറഞ്ഞതിലല്ലാതെ മുഹമ്മദ് കെ മാ റമീൻ റമീനോട് മുഹമ്മദ് റമീനോട് നിന്റെ കാണിക്ക്. മുഹമ്മദ് കെ നിന്റെ ഏതാ? ജതി എന്നോടെന്താ പറഞ്ഞത്? ബായാണ് ബാ. അപ്പൊ നീ ഫൗളായി. ഓനോട് മാന്നാ പറഞ്ഞ കേട്ടാ. അപ്പൊ നമ്മുടെ ആര് ഫൗളായി? അദീമ ഫൗളായി. 2 ആൾ വേഗം ശ്രദ്ധിക്കണേ, വേഗം നോക്കണേ. കാണിച്ച മുഹമ്മദ് റമീൻ ഫൗളായി. ബാന്നാ പറഞ്ഞത്. മുഹമ്മദ് റമീൻ ഫൗളായി. മുഹമ്മദ് കെ ഓക്കെ. ഏതാണ് മാ? ഏത് ഗ്രൂപ്പ്? ഏതിലിടണ്ടേ?
ഏതിലെ കൊണ്ടുപോയിട്ട് ഞാൻ മാറിക്കൊടുക്ക്. ആ ഫൗളായ ആൾക്കാർ മാറിക്കൊടുക്കണേ. ഫൗളായ ആൾക്കാർ മാറിക്കൊടുക്കണം. ആ ബക്കറ്റിലിട്ടോ. അപ്പോ മുഹമ്മദ് കെ 4 മാർക്ക് നേടി. അതുപോലെ നമ്മൾ ആദ്യത്തെ മുഹമ്മദ് സേഫിയും 4 മാർക്ക് നേടി. റയാൻ ജംഷീർ, മുഹമ്മദ് ഫാദി, മുഹമ്മദ് ഹംദാൻ, സയ്യിദ് മുന്തിർ. ഓരോരുത്തർ പറയുന്ന അക്ഷരം ശരിക്കും ശ്രദ്ധിക്കണേ. റയാൻ ജംഷീർ, നീ ആടിക്കോട്ട് വരില്ലേ. റയാൻ ജംഷീർ, മീമിന് ഹസ്രട്ട മീ. മുഹമ്മദ് ഫാദി ബായിന് കസ്രട്ട ബി. മുഹമ്മദ് ഹംദാൻ ദാലിന് കസ്രട്ട ദി. സയ്യിദ് മുന്തിർ അലിഫിന് താഴെ കസ്രട്ട ഇ. റെഡി? തുടങ്ങിക്കോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. തെരഞ്ഞു പിടിച്ചോട്ടെ, ആലോചിച്ചെടുത്താൽ മതി. ഒന്നും കൂടി പറയുന്നത് റയാൻ ജംഷീർ മീ. വെരി ഗുഡ്. 1 മാർക്ക്. ഏത് ഗ്രൂപ്പ് ഏത് ബക്കറ്റിലിടണോ? വെരി ഗുഡ്. 4 മാർക്ക്. മുഹമ്മദ് ഫാദി പിന്നെ ഹംദാൻ കാണിച്ച. ഹംദാൻ ശരിക്കും നോക്കണേ. എങ്ങനെ പിടിച്ചിന്? അങ്ങനെയല്ല 4 പിടിക്കല്. 4 അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോ ഹംദാൻ ഫൗള്. ബോളറവ് ഹംദാൻ ഫൗള്. ഇനി 2 ആളല്ലേ. ഇനി ഫാദി ബി. ഫാദി ബി ആണ് ഫൗള്. ഫാദി അവിടെ വെക്ക്. ഫാദി ഫൗള്. ഇനി സയ്യിദ് മുന്തിർ ഇ. നോക്ക് ശരിക്ക് തെറ്റ് മത്സരം നോക്കെടുത്തിട്ട്. അങ്ങനെ അത് തന്നെയാണ്. സയ്യിദ് മുന്തിർ. വെരി ഗുഡ്. ഇനി ഏതിലിടണ്ടേ? ഏത് ബക്കറ്റ് ഇടണ്ട നോക്ക്. ഇപ്പൊ ബക്കറ്റ് നിങ്ങൾ മറിയല്ല. ബക്കറ്റ് മറിയല്ല. ഫോളായാൾ പോ. ആ ബക്കറ്റ് കൊണ്ട് പോയിട്ട് ഫൗള്. സയ്യിദ് മുന്തിർ ഫൗള്. 2 മാർക്കേ ഉള്ളൂ കേട്ടാ. അപ്പൊ ബക്കറ്റ് എവിടെയാണ്? അവിടെ ഉണ്ട് അലിഫിന്റെ ബക്കറ്റ്. അപ്പൊ ഞാൻ ഈ മാർക്ക് ഇടട്ടെ. 3-ാം റൗണ്ട്. റിഷാൻ മുഹമ്മദ് വാ. ഫർഹാൻ ജബിൻ, റയ്യാൻ സാജിദ്. 4 ആള് 4 ഭാഗത്ത് നിൽക്ക്. റയ്യാൻ സാജിദ് വാ. 4 ആള് 4 ഭാഗത്ത് നിൽക്ക് കേട്ടാ. നീ എടുക്ക് 4 ആള് 4 ഭാഗത്ത്. റയ്യാൻ സാജിദ്. റിഷാൻ മുഹമ്മദ് എടുക്കേണ്ടത് ബായിലെ ലംബിട്ടിട്ട് ബോ. റിഷാൻ മുഹമ്മദ് ബോ. മുഹമ്മദ് ഫർഹാൻ എടുക്കേണ്ടത് ദാലിന് ലംബിട്ടിട്ട് ദോ. മുഹമ്മദ് ഫർഹാൻ ദാലിന് ലംബിട്ട് ദോ. ജബിൻ മീമിന്റെ മോള് ലംബിട്ട് മോ. റയ്യാൻ സാജിദ് അലിഫിന്റെ മോള് ലംബിട്ടിട്ട് ഓ. വേഗം എടുത്തോ. ഒന്നുകൂടി പറഞ്ഞാ. റിഷാൻ മുഹമ്മദ് ബോ. എടുത്തോ. റിഷാൻ മുഹമ്മദ് ബോ. ഫർഹാൻ ദോ. ജബിൻ മോ. റയ്യാൻ സാജിദ് ഓ. ജബിൻ കാണിച്ചട്ടെ. ഇങ്ങോട്ട് കാണിക്കേ. ഓക്കെ. ജബിൻ 2 മാർക്ക്. ഇനി എവിടെ ഇടണ്ടേ? വേഗം കൊണ്ട് പോയിട്ട് വേഗം പോയിട്ടോ. ഏതാണ്? മുഹമ്മദ് ഫർഹാൻ ദോ. വേഗം പോയിട്ട് വാ. ഓക്കെ, വെരി ഗുഡ്. നീ ഇടല് നിന്നെ നോക്കിയിട്ടുണ്ടേ. ഫൗള്. ഞാൻ ഇട്ടില്ലേ? നീ ഫൗള് അടുക്ക്. അതിലിട്ട ഇനി അതിലിട്. കാരണം നിന്റെ മീമിന്റെ ബക്കറ്റുണ്ട്. നിന്റെ ഓക്കെ. എവിടെ ഇടേണ്ട പോനെ? 4 മാർക്ക് കേട്ടാ. അപ്പൊ റയ്യാൻ സാജിദ് 4 മാർക്ക്. ഇനി ആരാ കാണിച്ച? 3-ാമത്തെ ആള് ഫർഹാൻ എടുത്തില്ല. ഫർഹാൻ കാണിച്ചാ? നിന്റെ ദൂ കാണിച്ചാ? ഇവിടെ ഇട്ടാ? ഓക്കെ. ഫർഹാൻ സാജിദ് 4 മാർക്ക്. അപ്പോ എന്നോട് ഞാൻ പറഞ്ഞ റിഷാൻ മുഹമ്മദ് ഫൗള് കേട്ടാ. ആ ബോൾ അവിടെ വെച്ച. റിഷാൻ മുഹമ്മദ് പറഞ്ഞ പോകുന്ന പറഞ്ഞു ഫൗള്. റിഷാൻ മുഹമ്മദ് തെറ്റ്. മുഹമ്മദ് ഫർഹാൻ ശരി. സെബിൻ ഏതായിട്ടിന്? സെബിൻ മുഹമ്മദ് 2 മാർക്ക്. റയ്യാൻ സാജിദ് 4 മാർക്ക്.
أجمعين